ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 18-ന് കേരളത്തിലെത്തും. പേവിഷബാധയേറ്റ് കൊല്ലത്തെ പെൺകുട്ടി മരിക്കാനുള്ള പ്രധാന കാരണം കൈയിലെ നാഡിയിലേറ്റ ആഴമേറിയ മുറിവാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. വാക്സിൻ ഫലപ്രദമല്ലെന്ന തരത്തിൽ തെറ്റായ വിവരം പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രി വീണ ജോർജ്. തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് നിലവിലെ ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്. പൌരപ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തൃശിവ പേരൂർ പൂരാവേശത്തിലേക്ക് നാളെ വിശ്വപ്രസിദ്ധ തൃശൂർ പൂരം. കായിക വകുപ്പ് 14 ജില്ലകളിലും സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ പരിപാടിക്ക് കാസർഗോഡ് തുടക്കമായി. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 18-ന് കേരളത്തിലെത്തും. സന്ദർശന വേളയിൽ ശ്രീമതി മുർമു ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഇടവമാസ പൂജകൾക്കായി 14-നാണ് ശബരിമല നട തുറക്കുന്നത്. പാലാ സെന്റ് തോമസ് കോളേജ് ജൂബിലിയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിലും രാഷ്ട്രപതി പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ടെത്തി. ജില്ലയിലെ പൌരപ്രമുഖരുമായി അദ്ദേഹം ആശയങ്ങൾ പങ്കുവച്ചു. വാർഷികത്തോടനുബന്ധിച്ച് LDF സംഘടിപ്പിക്കുന്ന റാലി വൈകിട്ട് കോട്ടമൈതാനത്ത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 9-ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിർവഹിക്കും. കണ്ണൂരിൽ നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ തറക്കല്ലിടലും മുഖ്യമന്ത്രി നിർവഹിക്കും. പേവിഷ പ്രതിരോധ വാക്സിൻ ഫലപ്രദമല്ലെന്നുള്ള ആക്ഷേപങ്ങൾ തള്ളി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി. വാക്സിൻ എടുത്തിട്ടും കൊല്ലത്ത് പേവിഷബാധയേറ്റ പെൺകുട്ടി മരിക്കാനുള്ള പ്രധാന കാരണം കൈയിലെ നാഡിയിലേറ്റ ആഴമേറിയ മുറിവാണെന്ന് SAT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S. ബിന്ദു പറഞ്ഞു. വാക്സിൻ ആന്റിബോഡി ഫലപ്രദമാകുന്നതിന് മുൻപ് തന്നെ വൈറസ് കുട്ടിയുടെ തലച്ചോറിനെ ബാധിച്ചതാണ് രോഗാവസ്ഥ തീവ്രമാകാൻ കാരണം. പേവിഷബാധയേറ്റവരുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് സമ്പർക്ക വിലക്ക് ആവശ്യമില്ലെന്നും സൂപ്രണ്ട് പറഞ്ഞു. തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് നിലവിലെ ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മന്ത്രി എം ബി രാജേഷ്. വന്ധ്യംകരണം മാത്രമാണ് ഏക പരിഹാരം. ഇതിനായി നിയമം ലഘൂകരിക്കേണ്ടത് ആവശ്യമാണ്. ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രാദേശിക എതിർപ്പുകൾ വെല്ലുവിളി ഉയർത്തുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിൽ കേന്ദ്ര ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് അതുപ്രകാരം സംസ്ഥാന സർക്കാരിനോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ചെയ്യാവുന്ന ഏക കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ABC കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ഓരോന്നിനെയായി പിടിച്ചുകൊണ്ടുപോയിട്ട് വന്ധ്യംകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്രം സ്ഥാപിക്കാൻ പലയിടത്തും ആളുകൾ സമ്മതിക്കുന്നില്ല. വലിയ എതിർപ്പുകളെ മറികടന്നാണ് ഇപ്പോൾ കുറേ എണ്ണം നമ്മൾ സ്ഥാപിക്കാൻ ഫണ്ട് തടസ്സമേ അല്ല. നിലവിലുള്ള ചട്ടങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ ഫലപ്രദമായി നേരിടാൻ പറ്റില്ല. ഒന്ന് ലഘൂകരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര സർക്കാരിനോട്. മൃഗങ്ങളുടെ കടിയേറ്റാൽ ഉടൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് കഴുകുന്നതിലൂടെ പരമാവധി നാഡികളിൽ വൈറസ് ബാധിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കാൻ കഴിയുമെന്ന് കൊല്ലം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ചിന്ത വ്യക്തമാക്കി. വാക്സിൻ അല്ല പ്രശ്നം. മുറിവ് ആഴത്തിലാകുമ്പോൾ വൈറസ് നേരിട്ട് ഞരമ്പിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വളരെ വിരളമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ മുറിവുകൾക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങൾ അത്തരത്തിൽ മുറിവിലേക്ക് നേരിട്ട് വൈറസ് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉള്ള ഒരു നമ്മൾ ചികിത്സ എടുത്തിട്ട് പോലും നമുക്ക് രോഗം പ്രതിരോധിക്കാതെ വരുന്ന അപൂർവ സാഹചര്യമാണ് നമ്മൾ പലതവണ വിശദീകരിച്ചു കഴിഞ്ഞു. വാക്സിനെതിരെ പ്രചരണം നടത്തുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. പേവിഷ വാക്സിൻ ഫലപ്രദമല്ലെന്ന തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് അഭികാമ്യം. നെയ്തലകാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്നതോടെ തൃശിവ പേരൂർ പൂരാവേശത്തിലേക്ക്. നാളെയാണ് തൃശൂർ പൂരം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. പൂരത്തിന് ആരംഭം കുറിച്ച് ഇന്നു രാവിലെ നെയ്തലക്കാവിൽ അമ്മയുടെ തിടംപേറ്റി തെക്കേ ഗോപുരം നട തുറന്നതോടെ തൃശിവ പേരൂർ പൂരാവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വൈകിട്ട് 4 മണിക്ക് ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കും. നാളെ രാവിലെ 7:30 മുതൽ ഘടകപൂരങ്ങളുടെ വരവ് ആരംഭിക്കും. 11:30 തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് പഞ്ചവാദ്യം, 2:30 വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറമേളം, വൈകിട്ട് 5:30 കുടമാറ്റം, പുലർച്ചെ 3 വെടിക്കെട്ട്, മറ്റന്നാൾ രാവിലെ പകൽപൂരത്തിനും വെടിക്കെട്ടിനും ശേഷം ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ചടങ്ങ്. ഇവയൊക്കെയാണ് പൂരത്തെ അതിന്റെ പാരമ്യത്തിലെത്തിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അടുത്ത തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 602 ഇടങ്ങളിൽ അധ്യക്ഷ പദവി വനിതകൾക്ക് ലഭിക്കും. അധ്യക്ഷരുടെ സംവരണ കണക്ക് സർക്കാരാണ് നിശ്ചയിച്ചത്. ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലാകും ഈ സംവരണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കും. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം പുറത്തിറക്കുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ ഇന്ന് വൈകുന്നേരം ഓൺലൈനായി പ്രകാശനം ചെയ്യും. വോട്ടർമാർ അറിയേണ്ട വിവരങ്ങൾ, ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ തുടങ്ങിയവ ജനങ്ങളിൽ എത്തിക്കാനാണ് ന്യൂസ് ലെറ്റർ പുറത്തിറക്കുന്നത്. കായിക സംസ്കാരം വളർത്തുന്നതിലൂടെ യുവതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്ന് അകറ്റാനാകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ പരിപാടി കിക്ക് ഡ്രഗ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് സ്പോർട്സ് കൌൺസിലുകൾ ഇപ്പോൾ 820 പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി അടിയന്തരമായി നവീകരിക്കേണ്ട കളിക്കളങ്ങൾ നവീകരിക്കുക, പരിശീലകരെ നിയമിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ജാഥയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിലൂടെ കൂടുതൽ ആളുകളെ കളിക്കളങ്ങളിൽ കൊണ്ടുവരും. സജീവമായി കേരളത്തിൽ സ്പോർട്സ് ഉണ്ടാവും എന്നതാണ്. കിക്ക് ഡ്രഗ്സ് പ്രചാരണ പരിപാടി 14 ജില്ലകളിലും സംഘടിപ്പിക്കും. കോഴിക്കോട് ബീച്ചിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാറുകൾക്ക് തുടക്കമായി. മാനസികാരോഗ്യവും പുതുതലമുറയും എന്നതാണ് ഇന്നത്തെ സെമിനാറിന്റെ വിഷയം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം വൈകുന്നേരം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഏപ്രിൽ 29 മുതൽ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്നു വന്നിരുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് സമാപ്തിയാകും. 151 സ്റ്റാളുകളാണ് മേളയിൽ സജ്ജീകരിച്ചിരുന്നത്. ഇതോടൊപ്പം 7 തീം സ്റ്റാളുകളും ഉണ്ടായിരുന്നു. പ്രദർശന വിപണന മേളയിൽ കൃഷി, ടൂറിസം, സംരംഭക മേഖല, കരിയർ ഗൈഡൻസ് തുടങ്ങിയ വിഷയങ്ങൾക്കൊപ്പം ലഹരി വിരുദ്ധ സെമിനാറും നടത്തി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സൗജന്യമായി സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 100 കണക്കിന് ആളുകളാണ് മേള സന്ദർശിക്കാനെത്തിയത്. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് 7 വയസ്സുകാരി മരിച്ച സംഭവം അതീവ ഗൌരവതരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ സർക്കാർ 1000 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം നാളെ കുബേർ സംവിധാനം വഴി നടക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വനിതകളുടെ 6ാമത് പിങ്ക് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തുമ്പ സെന്റ് സേവിയേഴ്സ് KCA സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ KCA പേളും KCA റൂബിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഹൈദരാബാദിൽ വൈകിട്ട് 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 405 പോയിന്റ് ഉയർന്ന് 80,907ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,488ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 160 രൂപ കൂടി 70,200 രൂപയും ഗ്രാമിന് 8,775 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനുമിടയുണ്ട്. ഈ മാസം 7-നും 8-നും മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുക്കുന്ന വികസിത കേരളം ജില്ലാ കൺവെൻഷൻ പത്തനംതിട്ടയിൽ ഇന്ന് വൈകിട്ട് നടക്കും. കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 3:30-നാണ് പരിപാടി. ഒരു വിഭാഗം ആശാവർക്കർമാരുടെ രാപകൽ സമരയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. 45 ദിവസം നീളുന്ന സമരയാത്ര NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 18-ന് കേരളത്തിലെത്തും. പേവിഷ ബാധയേറ്റ കൊല്ലത്തെ പെൺകുട്ടി മരിക്കാനുള്ള പ്രധാന കാരണം കൈയിലെ നാഡിയിലേറ്റ ആഴമേറിയ മുറിവാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. വാക്സിൻ ഫലപ്രദമില്ലെന്ന തരത്തിൽ തെറ്റായ വിവരം പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രി വീണ ജോർജ്. തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് നിലവിലെ ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി MB രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ട്. പൌരപ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തൃശൂർ പേരൂർ പൂരാവേശത്തിലേക്ക് നാളെ വിശ്വപ്രസിദ്ധ തൃശൂർ പൂരം. കായിക വകുപ്പ് 14 ജില്ലകളിലും സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ പരിപാടിക്ക് കാസർകോട്ട് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.